എപ്പോഴും യാത്ര. ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ലാസ്റ്റ് എവിടെയാ പോയത് വേഗം ആലോചിച്ചിട്ട് പറഞ്ഞു. ഞാൻ കുറേ കാലം കൂടി ബാംഗ്ലൂർ പോയിരുന്നു. ഞാൻ സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ചേച്ചി പിന്നെ ഫുൾ ട്രിപ്പ് മോഡാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് അനുജയുടെ പോലെ തന്നെ. സമയം കിട്ടിയാൽ യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യാത്ര ഇഷ്ടപ്പെടാത്ത ആരുമില്ല. കാരണം നമ്മളെ വല്ലാതെ എനർജി തരുന്നതാണ്, നമ്മളെ റിഫ്രഷ്ഡ് ആക്കുന്നതാണ് ഒരു യാത്ര എന്നുള്ളത്. അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ നമ്മളൊരു അല്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ രാമകൃഷ്ണൻ ചേട്ടനെ ലൈവ് വിളിച്ചപ്പം പറഞ്ഞില്ലേ എനിക്ക് മടിയാണെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര വൈബാണ്. അപ്പോൾ അവർക്ക് കുറച്ച് നാൾ മുന്നാണ് ഗവിയിലേക്കാണ് യാത്ര പോയത്. അതായത് സർക്കാരിൻ്റെ KSRTC ബസ്സിൽ അങ്ങനെ പോയി. അപ്പോൾ ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആണ്, വേറൊരു വൈബായിരുന്നു. അപ്പോൾ എനിക്ക് കൂടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ യാത്രയും അധ്യാപനവും ഒരുപോലെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന ഒരു ടീച്ചറിന്റെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. കോഴിക്കോട് കാരശ്ശേരി സ്വദേശിനിയാണ് ML ഷീജ. ഷീജ ടീച്ചറുടെ യാത്രാ വിശേഷങ്ങളിലേക്കാണ് ഇനി. വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയും കൽക്കട്ട മുതൽ റാൻ ഓഫ് കച്ച് വരെയും 2 പതിറ്റാണ്ടായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി അധ്യാപിക ML ഷീജ. 20 സംസ്ഥാനങ്ങൾ പലതവണ സന്ദർശിച്ച ഈ അധ്യാപിക വിദേശയാത്രകളും നടത്തിയിട്ടുണ്ട്. യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്ന കാശി ടു കൗസാനി ശ്രാവണ യാത്രകൾ എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്. വാരാണസി മുതൽ കൗസാനി വരെയും ഗഡ്വാളിലെയും കുമാവോണിലെയും വിദൂര ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാര അനുഭവങ്ങളുമാണ് പുസ്തകത്തിൽ പ്രധാനമായും പങ്കുവെക്കുന്നത്. യാത്ര ചെയ്യുക എന്നുള്ളത് കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. എത്ര ചെറിയ സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. അതിൻ്റെ പ്രയാസങ്ങളെ പറ്റിയല്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ കൂടി നമ്മൾ സ്കൂളിലേക്ക് വരുന്ന ഓരോ ദിവസവും വരുന്നത് ഓരോ യാത്രയായി കാണാനാണ് ഇഷ്ടം. നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളിലേക്കാണ് ഇതുവരെ യാത്ര പോവാത്തത്. കാശ്മീരിൽ 3 തവണ പോയിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ 3 തവണ, ഡൽഹിയിൽ നിരവധി തവണ പോയിട്ടുണ്ട്, രാജസ്ഥാൻ, ഗുജറാത്ത്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലൂടെയും പലതവണ സഞ്ചരിച്ചിട്ടുണ്ട്. വിദേശത്ത് പോയത് ഈജിപ്തിലേക്കാണ്. കഴിഞ്ഞ മാസമാണ് ഈജിപ്തിൽ പോയത്. 10 ദിവസം പൂർണ്ണമായും ഈജിപ്തിലായിരുന്നു. നൈൽ നദിയിലൂടെ 3 ദിവസത്തെ ക്രൂയിസ് യാത്ര, അസ്വാൻ അണക്കെട്ട്, കെയ്റോ, ഈജിപ്തിലെ പിരമിഡുകൾ, അതായത് ഈജിപ്തിൻ്റെ സംസ്കാരങ്ങളിലൂടെയുള്ള അല്ലെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നത്. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ത്രീകളെ പങ്കെടുപ്പിച്ച് 2013 ആരംഭിച്ച ദേശാടനം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള യാത്രകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കോവിഡിൻ്റെ ശേഷമാണ് ഓരോ മാസത്തിലും ഓരോ യാത്ര എന്ന നിലയിൽ ഈ ദേശാടനം. അതിൽ തന്നെ കൂടുതൽ പേരും സ്ത്രീകളാണ്. അധ്യാപകരുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, വീട്ടമ്മമാരുണ്ട്, സാധാരണക്കാരായ എല്ലാ മേഖലയിലും പെട്ട സ്ത്രീകളുണ്ട്. യാതൊരു ഭേദവുമില്ലാതെ എല്ലാവരും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു. ഭർത്താവ് ജോളി ജോസഫ്, മക്കളായ അപ്പു ജോസഫ്, അജു ജോസഫ് എന്നിവരും സഹപ്രവർത്തകരും നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് ഷീജയുടെ കരുത്ത്. മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ശ്രീനിത പറഞ്ഞ പോലെ ടീച്ചർ വൈബാണ് അല്ലേ? അതെ അതെ. ഇതുപോലെ ആയിരിക്കണം. നമുക്ക് പോകണമെന്ന് തോന്നിയാൽ പോകണം. നമുക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പോകാൻ സമയം കണ്ടെത്തി ലീവ് കൂടി കിട്ടണം. ലീവ് ഇവിടെ ഇല്ലാതെയായി പോയി. അത് അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം അല്ല, ഈ സാധാരണ ഇപ്പൊ ഇതുപോലെ ഈ സ്ത്രീകളുടെ ട്രാവൽ ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട് കേട്ടോ. ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിങ്ങനെ, ഞാൻ ഒരുപാട് ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയയിൽ, പക്ഷെ ഇത്തരം കാര്യങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ ഒരു രസമാണ്. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ കൂടെ ഒന്നും പോയിട്ടില്ല, പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഒരു നമ്മുടെ എറണാകുളത്തൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇതുപോലെ വനിതകൾക്ക് മാത്രമായിട്ടുള്ള ടൂറൊക്കെ. അവരും സ്ത്രീകൾ തന്നെയായിരിക്കും. രസമാണ്.